വേദിയിൽ, അതായത് ഗ്രന്ഥശാലയുടെ ഉൾപ്പെടുന്ന ഒരു വേദിയിൽ ഒരു 2 വാക്ക് സംസാരിക്കാൻ ഏറ്റവും സന്തോഷം. അരങ്ങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പലതിൻ്റെയും വേദിയെ ആണ് അരങ്ങെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആദരണീയനായ ലത്തീഫ് മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്യപ്പെട്ട മനോഹരമായ KN പബ്ലിക് ലൈബ്രറിയുടെ പുനരുത്സവ ആഘോഷം കൂടി നടത്തപ്പെടുന്ന കലാ സാംസ്കാരിക നടത്തപ്പെടുന്ന ഈ പരിപാടി ഇനിയും ഒരുപാട് കലാരംഗത്ത് ശോഭിക്കാനുള്ള ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. ഇതുവഴി നിങ്ങളുടെ കലാവാസനയും സർഗവാസനയൊക്കെ കാണിക്കാനുള്ള ഒരുപാട് കഴിവുകൾ കൂടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ നേടുന്ന അറിവുകൾ തന്നെയാണ് അവനെ ഒരു സമൂഹത്തിന് മുന്നിലും അതേപോലെ തന്നെ നമ്മുടെ നാം എന്ന വ്യക്തിയെ എപ്പോഴും മറ്റുള്ള ആളുടെ മുന്നിൽ ഏറ്റവും അഭിമാനത്തോടുകൂടി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് നാം നേടുന്ന അറിവുകളോട് തന്നെയാണ്. അറിവുകൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ടെങ്കിലും നാം വായിക്കുന്ന പുസ്തകങ്ങളിലൂടെയാണ് നമ്മളെ കൂടുതലായിട്ട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുവാനും ആശയപരമായി അത് മറ്റുള്ളവർക്ക് എത്തിക്കാനൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥശാലയിൽ ഞാൻ കാണുമായിരുന്നു ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇല്ലേ? ധാരാളം പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും വന്ന് എടുത്ത് വായിക്കണം. ഈ വായന നിങ്ങളെ നാളെയുടെ നല്ലൊരു പൗരനാക്കി മാറ്റും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ അത് എത്തിക്കാൻ സാധിക്കുകയില്ല. പിന്നെ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ സംഗീതം എപ്പോഴും ശ്രവണ സുന്ദരങ്ങളാണ്. നമ്മളത് മനുഷ്യനെ ആസ്വദിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും ആവശ്യത്തിലേക്ക് എത്തിക്കുവാനും ഒക്കെ സാധിക്കുന്നത് സംഗീതമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നാടകം കലയുന്നത് പോലെ തന്നെ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെ എപ്പോഴും മനുഷ്യലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയുന്ന ഒന്നുകൂടിയാണ് സംഗീതം. നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയെ വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയ്ക്ക് ആൾക്ക് ഒരു അടിപൊളി പാട്ട് കേൾക്കാൻ തീർച്ചയായിട്ടും അയാളുടെ മനസ്സൊന്നും വികസിക്കും, ആനന്ദിക്കും. അപ്പോൾ ഇന്നിവിടെ സംഗീതത്തിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ആഴ്ചയും. അപ്പോൾ എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ ആദരണീയ പ്രസിഡന്റ് സലീം സാറിനോടും മറ്റ് ഭാരവാഹികളോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.